ഫുള്ള് ഇരുട്ടാണ്, അകത്തേക്ക് എന്താ ഇരുട്ടിതാണ്. ഇവിടെ കടുവ കിടന്നുകൊണ്ടിരുന്നതെന്നാണ് അവർ പറഞ്ഞത്. ഇത് ഫുള്ള് ഇവിടെ ആന കയറിയതാണ് കേട്ടോ പറഞ്ഞത്. ഈ കാണുന്നൊക്കെ ആന കയറി തകർത്തതാണ്, ആനപ്പിന്നെ കിടക്കുന്നതാണ്. ഇത് ആന കയറുന്നതാണ്. ഇവിടെ വന്ന് വെള്ളം കുടിക്കുന്നതാണ് ആ ചേട്ടൻ പറഞ്ഞത്. ഇതാണ് ആനക്കുളത്ത്. ഇത് വലിയ വെള്ളച്ചാട്ടമാണല്ലോ ഇത്. അപ്പോൾ മച്ചാമാരെ നമ്മളിന്ന് പുതിയൊരു സ്ഥലത്തേക്കാണ് വന്നേക്കണേ. ഇതെന്ന് വെച്ചാൽ ഒരു അടിപൊളി സ്ഥലമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നിങ്ങൾ കണ്ടാൽ അറിയാം, ഒരു വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോണ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോണേ? മാങ്കുളത്തോട്ടാണ് പോകുന്നത്. മാങ്കുളം ഇപ്പോൾ ആനക്കുളം. നമ്മൾ മാങ്കുളത്ത് തൊട്ടിപ്പുറം. അപ്പോൾ നമ്മളിപ്പോൾ ആനക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം ഇവിടെ ഉള്ളവർക്കൊക്കെ അത്യാവശ്യം അറിയാമെന്ന് തോന്നുന്നു. അടിപൊളി സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇവിടുത്തെ ഒരു വ്യൂ ഒക്കെ നോക്കട്ടോ. അടിപൊളിയല്ലേ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോണേ. നല്ല തണുപ്പാണ് ഈ വെള്ളത്തിന്. നല്ല തണുപ്പുണ്ടല്ലോ വെള്ളത്തിന്. ഇവിടുത്തെ വ്യൂ ഇങ്ങനെ കണ്ടു നോക്കി, അടിപൊളിയല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ആനക്കുളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വ്യൂ കണ്ടിട്ട് നമ്മൾ ഇറങ്ങി നോക്കിയതാണോ, അടിപൊളിയാണോ എന്തായാലും. നമ്മൾ മാങ്കുളത്തോട്ട് കയറുകയാണ്. അങ്ങനെ നമ്മൾ മാങ്കുളം ബോർഡർ കഴിഞ്ഞു. നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് ആനക്കുളത്തിലേക്കുള്ള കയറുകയാണ്. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ മൂന്നാർ പോലെ പോകുന്നുണ്ടല്ലോ. നോക്കിയേ ഫുള്ള് തേയില കാര്യങ്ങളൊക്കെ ഫുള്ള്. നമുക്ക് പെട്ടെന്നൊരു മൂന്നാറിലേക്ക് കയറി പറ്റും. വേറെ റിസോർട്ടാണുള്ളത്. റിസോർട്ടാണോ? കൊള്ളാലേ. മാങ്കുളത്തിന് പോകുന്ന വഴിക്ക് ഒരു 4 സ്റ്റാറുടെ തന്നെ ഒരു ട്രക്കിംഗ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബോർഡ് വെച്ചാണ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് അങ്ങോട്ട് നോക്കിയത് കാണാം, ട്രക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞു, ഒരു 300 മീറ്റർ. അപ്പോൾ അവിടെ കേവ് ഉണ്ട്, ടൈഗറിൻ്റെ ഓൾഡ് കേവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഞങ്ങൾ അതിനകത്ത് നിന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാമെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ. ഇവിടെ കയറുന്നതിന് പാസ്സുണ്ട്, എൻട്രി പാസ് ഉണ്ട്, 50 രൂപയാണ്. ഇതാണ് പാസ്. അപ്പോൾ ഇതാണ് കൗണ്ടർ. ഈ കൗണ്ടർ പാസ് എടുത്തിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഇതെങ്ങോട്ട് ഇതാണ് കേട്ടോ, ഇതാ വഴി. ഇതൊരു ചെറിയ തൂക്കുപാലമാണ്. ഓക്കെ. പാലം കയറ്റി റൈറ്റ് പോകണമെന്ന് പറഞ്ഞേ, പോയി നോക്കാം. ഇതാണ് കേട്ടോ പാലം. അടിപൊളി നല്ല വ്യൂവാണ് കേട്ടോ ഇവിടെ. കണ്ടാൽ തന്നെ അടിപൊളി വ്യൂവാണ്. കൊള്ളാം, ആടുന്നുണ്ടല്ലോ നൈസായിട്ട്. തങ്കച്ച നൈസായിട്ട് കിടന്ന് ചാടുന്നൊക്കെ ഉണ്ട് കേട്ടോ. പണി പാടുമെന്ന് അറിയില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല, അടിപൊളി ബിൽഡിംഗ് ആണ്. ഇതുകൊണ്ടോ നൈസായിട്ട് അവിടെ ചെറിയ പാലം പണിഞ്ഞിട്ടുണ്ട്. നല്ല വ്യൂവാണ് കേട്ടോ. അപ്പോൾ ഇതൊരു വനത്തിനുള്ളിലേക്കാണെന്നാണ് അവർ പറഞ്ഞത്. ഇത് 300 മീറ്റർ നടക്കുവാണെങ്കിൽ നമുക്ക് ഒരു കടുവയുടെ ഒരു കേവ് ഉണ്ടെന്ന് പറഞ്ഞു, ഒരു ഗുഹയുണ്ട്. അപ്പോൾ അതൊക്കെ കാണാമെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് വലത്തേക്ക് തിരിയണമെന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത്. നേരെ പോകുന്നുണ്ട്, ഇവിടുന്ന് വലത്തേക്ക് കാണുന്ന വഴിയിലേക്ക് നമുക്ക് പോകാം. നല്ല രസമുണ്ടല്ലോ, ഒരു എൻട്രി ഒക്കെ കണ്ടോ, നൈസാണല്ലേ. ഒക്കെ അപ്പോൾ പോയി നോക്കാം കേട്ടോ. അപ്പോൾ ഇത് കാടിനുള്ളിലേക്ക് നമ്മൾ കയറി. ഈറ്റക്കാടാണല്ലേ. നൈസായിട്ട് നടന്ന് നോക്കാം. തണുപ്പുണ്ടല്ലോ എനിക്ക് ചെറിയ. ഇങ്ങോട്ട് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരിക്കലും ചൂടും കാര്യങ്ങളൊന്നും ഇല്ലട്ടോ, നല്ല തണുപ്പാണ്. മഴക്കാലത്തൊക്കെ ഇവിടെ നല്ല വെള്ളം ഒഴുകുന്നതാണെന്ന് തോന്നുന്നുണ്ട്. പുലി വല്ലതും കാണണേ. ഇവിടെ ഒരു കടുവയുടെ ഒരു പഴയ ഗുഹ ഉണ്ടായിരുന്നെന്നാണ് ഫോറസ്റ്റുകാർ നമ്മളോട് പറഞ്ഞത്. അപ്പം അതാ നോക്കി നമ്മൾ പോണേ. എവിടെയാണെന്നൊരു പിടുത്തില്ല. എടാ ഇവിടുത്തെ പ്രത്യേകത നോക്കിക്കടാ, ഈ ഈറ്റ
ചെരിഞ്ഞ ആ വെള്ളം കയറിയിട്ടാണോ? നോക്കി ഗൈസ്, ഇവിടുത്തെ ഈറ്റൽ എങ്ങനെ വെള്ളം കയറിയിട്ടാന്ന് തോന്നുന്നു. ഫുള്ള് ചെരിഞ്ഞല്ലേ? അതെ, തണലാണ് മുഴുവൻ. ഇതെല്ലാം കൊള്ളാമല്ല, ഒരു ട്രക്കിങ് നൈസാലേ. 50 രൂപ വരെ ഉണ്ടല്ലേ? ഇതെല്ലാം വരുവാണ് ഈ വഴി ആനക്കുളം കാണാൻ വരുന്നവരാണെങ്കിൽ ജസ്റ്റ് ഇതും കൂടെ ഒന്ന് കണ്ടിട്ട് പോവുകയാണെങ്കിൽ അത്യാവശ്യം അടിപൊളിയായിരിക്കും കേട്ടോ. കാരണം നല്ല ഒരു വ്യൂവും കിട്ടും, നല്ല നമുക്ക് ഒരു ട്രക്കിങ് എക്സ്പീരിയൻസും കൂടെ കിട്ടും കേട്ടോ. അപ്പം നമ്മൾ ഈ വഴി വന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റി കേട്ടോ. ലാസ്റ്റ് ഇതാണ് ഈ കടുവകളൊക്കെ കയറി ഇരുന്നുകൊണ്ടിരുന്ന ഈ അള്ളെന്നൊക്കെ പറയണത്. ഇതാണെന്നാണ് നമുക്ക് കണ്ടിട്ട് തോന്നുന്നത്. നിനക്കെന്താണോ തോന്നുന്നത് അങ്ങനത്തെ? അതുകൊണ്ട് ഒരു എന്താ പറയണ, ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ അല്ലേ, ഒരു നിഗുണ്ടത. ഫുള്ള് ഇരുട്ടാണ്, അകത്തേക്ക് എന്താ ഇരുട്ടിതാണ്. ഇവിടെ കടുവ കിടന്നുകൊണ്ടിരുന്നതെന്നാണ് അവർ പറഞ്ഞത്. നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ചുമ്മാ തള്ളാൻ വേണ്ടി പറഞ്ഞായിരിക്കും, എന്തായാലും അറിയില്ല. നൈസല്ലേ? ഉണ്ടോ? മുകളിലേക്ക് ഒരു വലിയ പാറ കഷ്ണമാണല്ലോ ഇരിക്കണേ, കല്ല്. ഇപ്പം ഇത്രേ ഉള്ളൂ ഇവിടുത്തെ വ്യൂ എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ കേട്ടോ. കടുവ കയറി കിടന്നെന്നൊക്കെയാണ് പറയണേ, ഒന്നും അറിയത്തില്ല. ഇപ്പം ഇവിടുത്തെ വ്യൂ ഇത്രേ ഉള്ളൂ. നമുക്കിനി വീണ്ടും ഫ്രണ്ടിലേക്ക് നടക്കാം. ഫ്രണ്ടിലേക്ക് എന്നല്ല, തിരിച്ച് അങ്ങോട്ട് നടന്നു പോകാം. നമ്മൾ ഈ കാടിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ കണ്ട ഒരു എന്താ സൈഡിലേക്കൂടെ ഒഴുകുന്ന ഒരു സ്ഥലമാണ്. നല്ല മഴക്കാലത്ത് നല്ല വെള്ളം വരുന്നു. ഞങ്ങൾ ആ വഴിയൊക്കെ നടന്നു വന്നിട്ട് ഇവിടെ വന്നേക്കാണ്. അപ്പം സത്യം പറഞ്ഞുണ്ടല്ലോ, ഇത്ര വ്യൂ ഉള്ളൂ സത്യം പറഞ്ഞാൽ. ഇവിടെ നിങ്ങൾ കണ്ടാൽ അറിയാം. ഇവിടെ 2 ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു ലൊക്കേഷനാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. പിന്നെ ഇവിടെ ഇരിക്കാനായിട്ട് ഒരു ബെഞ്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇത് ഇങ്ങോട്ടുള്ള ഇത് കോണിയൊക്കെ വരുന്നുണ്ടല്ലോ, ഒന്ന് കയറി നോക്കിയാലോ? അപ്പോൾ അവൻ റെസ്റ്റാട്ടോ, ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം അകത്തേക്ക്. ഇവിടെ എന്താ ഉള്ളതെന്ന് അറിയത്തില്ല. ഇവിടെ ഈ പാറയുടെ മോളുവശമുള്ള, വേറെ ഒന്നുമില്ല. കയറുന്ന നോക്കെന്തായാലും. സത്യം പറഞ്ഞ ഇവിടെ കാണാനായിട്ട് ആ ഗുഹയും ജസ്റ്റ് ഈ കാണുന്ന സൈഡിൽ കൂടെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു. അപ്പോൾ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് കുളിക്കാനും ചാടാനൊക്കെ പറ്റിയ ഒരു കുളിക്കാനൊരു ഏരിയ കണ്ടോ. ഇവിടെ നല്ല ആഴമുണ്ടെന്ന് തോന്നണല്ലോ. അപ്പോൾ പുറത്തുനിന്ന് വരുന്നവരെ വന്ന് ചാടാൻ നിൽക്കണ്ട കേട്ടോ. കാരണം നമുക്കറിയത്തില്ല ഇവിടുത്തെ ആഴം. ഇവിടെ മീനൊക്കെ ഉണ്ട്, കണ്ടിട്ട് നല്ല ചാടാനൊക്കെ അടിപൊളി. പക്ഷേ ഇവിടെ നല്ല ആഴമുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ആന ഉണ്ടെന്ന് തോന്നുന്നുള്ള, ആനപ്പിണ്ടം കിടക്കുന്നുണ്ടോ? ആന ഉണ്ടോയെന്ന് അറിയില്ല. എന്തായാലും ഞങ്ങളിനി തിരിച്ചു പോവാണ്. നമ്മുടെ മെയിൻ പോയിന്റ് എന്ന് വെച്ചാൽ ഏതാണ്? ആനക്കുളം അല്ലേ? അപ്പോൾ നമ്മളിവിടെ അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ അങ്ങോട്ട്. അപ്പോൾ ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ആനക്കുളത്തിലേക്ക് പോകുന്ന വഴിക്ക് നമുക്കൊരു വെള്ളച്ചാട്ടം കിട്ടി. പെരുമ്പൻ കുത്ത് വെള്ളച്ചാട്ടം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് വെള്ളച്ചാട്ടത്തിലേക്ക് പോകേണ്ട വഴി. അപ്പോൾ നമുക്ക് ആ വെള്ളച്ചാട്ടം കൂടെ ജസ്റ്റ് കണ്ടിട്ട് പോകാമല്ലേ? അപ്പോൾ ഇവിടെ വരുന്നവർ പ്രത്യേകം സൂക്ഷിക്കുക, വെള്ളത്തിൽ ഇറങ്ങാൻ നിൽക്കരുത്. അത്യാവശ്യം അപകടമുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ഈ വെള്ളച്ചാട്ടം കൂടെ ഒന്ന് കണ്ടിട്ട് പോവാം. അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ കാണാൻ. ഇത് വലിയ വെള്ളച്ചാട്ടമാണല്ലോ ഇത്. അപ്പോൾ ഇതാണ് ആ വെള്ളച്ചാട്ടം.
നമ്മൾ ആനക്കുളത്തിന് വരുന്നവരാണെങ്കിൽ വെള്ളച്ചാട്ടങ്ങൾ ഇത് കാണുക. പിന്നെ പരമാവധി എല്ലാവരും ഇവിടെ വരുമ്പോൾ അത്യാവശ്യം സൂക്ഷിക്കുന്ന ആരോഗ്യമുണ്ടോ. താഴേക്ക് നമ്മുടെ കൊക്കയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വ്യൂ ഇത്രേ ഉള്ളൂ. നമുക്കപ്പോൾ ജസ്റ്റ് തിരിച്ച് കയറി പോവാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ ആനക്കുളം അങ്ങനെ ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇതാണ് ഈ ഗ്രൗണ്ട്. ആനക്കുളം സിറ്റി തന്നെയാണ് ഇത്. ഇതാണ് ആനക്കുളം എന്ന് പറയുന്നത് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ അക്കരെയാണ് ആന വന്ന് നിൽക്കുന്നത്. ചേട്ടനേട്ടാ ബബിൾസോ അതെന്താ ചേട്ടാ സംഭവം? അത് അവിടെ നിന്ന് ഉപ്പുവെള്ളം പൊങ്ങണേന്നാ പറയണേ. ഉപ്പുവെള്ളം ഇല്ലേ, ഉപ്പുവെള്ളം പൊങ്ങണാണ് അവിടെ നിന്ന്. കറക്റ്റ് അവിടെ മാത്രമേ ആന ഇവിടെ വന്നു കഴിഞ്ഞാൽ പോലും വേറെ ഒരു സ്ഥലത്ത് വെള്ളം കുടിക്കില്ല. അവിടെ മാത്രം കുടിക്കും. അവിടെ നിന്ന് ഇവിടെ ഒന്നും വെള്ളം കുടിക്കില്ല. കറക്റ്റ് ഇവിടെ ഒരു കുഴിയുണ്ട് അവിടെ. ആ കുഴിയിൽ നിന്ന് മാത്രം കറക്റ്റ് ആയിട്ട് വെള്ളം കുടിക്കുള്ളൂ. അവിടെ ഇറങ്ങി അവിടെ നിന്ന് ബബിൾസ് പൊങ്ങുന്നത് ഇപ്പൊ അവിടെ പൊങ്ങുന്നുണ്ട്. അവിടെ ഇറങ്ങി സെറ്റായിട്ട് കാണാൻ പറ്റുമോ? എപ്പോഴും നമ്മുടെ ഫിഷ് ടാങ്കിൽ നിന്ന് ബബിൾസ് പൊങ്ങില്ലേ, അത് ഒത്തിരി ഫാസ്റ്റ് ആയിട്ടില്ല, ചെറുതായിട്ടേ ഉള്ളൂ. അവിടെ മാത്രം ആ കറക്റ്റ് ആ സ്ഥലത്ത് നിന്ന് മാത്രം ആന വെള്ളം കുടിക്കില്ല. അവിടെ നിന്ന് കാലും കൊണ്ട് ഈ സംഭവം മാന്തു ഇത് കണ്ടോ, അവിടെ പൊങ്ങണുണ്ടോ? അവിടെ അവിടെ നിന്ന് ആ കാലും കൊണ്ട് മാന്തി ബബിൾസ് വന്നു കഴിഞ്ഞാലാണ് അവിടെ നിന്ന് വെള്ളം കുടിക്കും. ഉപ്പുരസം ഉണ്ടെന്നാ പറയുന്നത് സാധാരണ. ഇവിടെ നമ്മൾ കുടിച്ച് നമ്മൾ ടേസ്റ്റ് പോയി കഴിഞ്ഞാൽ അതൊന്നും ഒരു ഉപ്പുരസം ഒന്നും സംഭവമൊന്നുമില്ല. ഇത് ഫുള്ള് ഇവിടെ ആന കയറിയതാണെന്നാണ് പറഞ്ഞത്. ഈ കാണുന്നൊക്കെ ആന കയറി തകർത്തതാണ്. ആനപ്പിന്നെ കിടക്കുന്നതാണ്. ഇത് ആന കയറുന്നതാണ്. ഇവിടെ വന്ന് വെള്ളം കുടിക്കുന്നതാണ് ആ ചേട്ടൻ പറഞ്ഞത്. ഇതാണ് ആനക്കുള്ള ഫുള്ളുള്ള വ്യൂ. സിറ്റിയാണ്. അത് സിറ്റിയാണ് വ്യൂ ഫുള്ള് ഇങ്ങനെ. ഈ അതിലാണ് ഫുള്ള് വനം. ആ വനത്തിൽ കൂടെ വന്നിട്ട് ഇവിടെ വന്നിട്ടാണ് വെള്ളം കുടിക്കുന്നത്. ഒരു 5 മണി കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് ഇറക്കാറില്ല. ഇവിടുത്തെ ആൾക്കാർ ഇവിടെ ഏത് ടൈമിലായിരിക്കും ചേട്ടാ ആന കൂടുതലായിട്ട് വരുന്നത്? 2 മണി കഴിഞ്ഞപ്പോഴും പ്രതീക്ഷിക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഴിഞ്ഞ ദിവസം എല്ലാം 6:45 വന്നപ്പോൾ, മിനിയാന്നൊക്കെ 6:45 വന്നപ്പോൾ. അതുപോലെ 3:15 ഇറങ്ങാറുണ്ട്. രാവിലെ ചില ദിവസം ആന കാണാറുണ്ട്. രാവിലെ വന്ന ആന എന്ന് പറഞ്ഞാൽ ഇവിടെ ഇറങ്ങണമല്ല. അത് അതെന്നു ചോദിച്ചാൽ ഈ തലേന്ന് രാത്രി വന്നിട്ട് നമുക്കപ്പോൾ ഇവിടെ ഒത്തിരി നേരം ഇരിക്കാൻ പറ്റില്ല. ഒരു 5 മിനിറ്റ് കൂടുതൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഈ ചേട്ടൻ നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ നമ്മളിവിടെ നിന്ന് കയറി പോവാണ്. ആന എപ്പോൾ വേണമെങ്കിലും വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് എവിടെ ഒരു ചെറിയൊരു പാർക്ക് പോലെ ഉണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ റെസ്റ്റൊക്കെ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളനുസരിച്ച് കയറി പോവുകയാണ്. അപ്പോൾ ഇതാണ് ആനക്കുളം. നമ്മുടെ എന്തോ ഒരു ഇതുകൊണ്ട് ആനയൊന്നും വന്നില്ല. ഇനി വരുമെന്നറിയില്ല. കുറച്ച് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ആന വരുവാണെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആനക്കുളം കണ്ടിട്ട് ഞങ്ങളിപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആനക്കുളത്ത് സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചാൽ ആനയൊന്നും കാണാൻ പറ്റിയില്ല. ആന കാണാൻ പറ്റില്ല. അതൊരു ഭാഗ്യപൂർവ്വമാണെന്ന് ഞാൻ പറയുന്നത്. കാരണം ആന പല സമയത്ത് ഇറങ്ങിയായിരുന്നു അവിടെയുള്ള അവർ പറഞ്ഞേ. അപ്പോൾ എന്തായാലും നമുക്ക് അത്ര നേരം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഒരു ദിവസം സ്റ്റേ ചെയ്യണം. അല്ലെങ്കിൽ സ്റ്റേ ചെയ്തിട്ട് നമുക്ക് അവിടെ ആനയ്ക്ക് കാണാൻ വേണ്ടി തന്നെ അവിടെ നിൽക്കണം. ആന എന്തായാലും വരുമെന്ന് അവർ പറഞ്ഞേ. എന്തായാലും സ്ഥലം കൊള്ളാം. നമ്മൾ ഒരു തവണയെങ്കിലും കാണേണ്ടതാണ് കേട്ടോ. കാരണം ആനക്കുളത്തിന് പോകുമ്പോൾ തന്നെ നമുക്ക് 2 സ്ഥലം അല്ലാണ്ട് കാണാൻ പറ്റും. അത് അടിപൊളി നല്ല സ്ഥലങ്ങൾ തന്നെയാണല്ലോ. അപ്പോൾ അതെ, വന്ന് കാണേണ്ടതാണ്. അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് വരുന്ന ഈ റോഡും ഈ ക്ലൈമറ്റും എല്ലാം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ കാണുകയാണെങ്കിൽ വരേണ്ടവർ അത്യാവശ്യം വന്ന് കാണുക. അടുത്തുള്ളവരൊക്കെ എന്തായാലും നല്ലൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഞങ്ങളെന്തായാലും ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ഉടനെ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. പിന്നെ നമ്മൾ അടുത്ത വീഡിയോ കൊണ്ട് ഉടനെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.